Hello everyone, welcome to the channel EduScore. ഇന്ന് നമ്മൾ Class 6 Geography first chapter, The Earth in the Solar System ആണ് നോക്കാൻ പോകുന്നത്. So ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. You can go and check out in the description box. അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോളാർ സിസ്റ്റത്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. So let us start. The Sun, 8 planets, satellites, and some other celestial bodies known as asteroids and meteoroids form the solar system. We often call it a solar family with the Sun as its head. So, നമ്മൾ solar systemത്തിൽ എന്തൊക്കെയാണെന്ന് നമ്മൾ already last classൽ നോക്കിയതാണ്. So, in this class, we'll look into detail of എന്തൊക്കെയാണ് solar systemത്തിലുള്ളത്, അതിൻ്റെ functions എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So before we begin with the sun, നമ്മൾ ഇവിടെ സൈഡിലുള്ള do you know വായിച്ച് നോക്കാം. Sol in Roman mythology is the sun god. Solar means related to the sun. The family of the sun is therefore called the solar system. അപ്പം സോളാർ സിസ്റ്റം എന്നുള്ള സോളാർ എന്ന പേര് എവിടെ നിന്നാണ് വന്നത്? അത് റോമൻ ലാംഗ്വേജിൽ നിന്നുള്ള സോൾ എന്നുള്ള ഒരു വേർഡിൽ നിന്നാണ് ഈ സോളാർ സിസ്റ്റം എന്നുള്ള വേർഡ് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. സോ സോൾ എന്ന് പറഞ്ഞാൽ റോമൻ ലാംഗ്വേജിൽ സൺ ഗോഡിനെയാണ് അവർ സോൾ എന്ന് പറയുന്നത്. അപ്പം സോലാർ പറയുമ്പം സണ്ണിന് റിലേറ്റ് ആയിട്ടുള്ള സംഭവം എന്നാണ്. സോ സോളാർ എന്ന വേർഡ് ഉള്ള വേറെ എത്ര വേർഡ്സ് നിങ്ങൾക്ക് അറിയാം? അത് കമൻറ്റ് സെക്ഷനിൽ നോട്ട് ഡൗൺ ചെയ്യുക. ലെറ്റ് മീ നോ ഹൗ മെനി വേർഡ്സ് യു നോ. ഓക്കെ, ആൻഡ് അതേപോലെ നമ്മൾ താഴെ വേർഡ് ഒറിജിൻ ഉണ്ട്, അതിനെയും കൂടി ഒന്ന് നോക്കാം. Many words used in a language have been taken from some other language. Geography, for example, is an English word. It has its origin in Greek, which relates to the description of the earth. It is made of two Greek words, ge, meaning earth, and graphia, meaning writing. So, നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള വേർഡ്സ് എല്ലാം നമ്മൾ പണ്ടത്തെ ഗ്രീക്ക്, ലാറ്റിൻ, റോമൻ, ഈവൻ ഹിന്ദി, സംസ്കൃത് ഇതിൽ നിന്നൊക്കെയാണ് പുതിയ വേർഡ്സ് ഇംഗ്ലീഷിൽ ഉണ്ടായത്. ഓക്കെ, സോ ഈ ജിയോഗ്രഫി എന്ന വേർഡ് വന്നത് എവിടെ നിന്നാണ്? ഗ്രീക്ക് ലാംഗ്വേജിൽ ജെ എന്ന് പറഞ്ഞാൽ എർത്ത് എന്നുള്ള മീനിങ് ആണ്. ആൻഡ് ഗ്രാഫിയ പറഞ്ഞാൽ റൈറ്റിംഗ്, ഗ്രാഫിക്. ഇപ്പം നമ്മൾ ഗ്രാഫിക് ഡിസൈൻ എന്നൊക്കെ പറയില്ലേ, ഗ്രാഫിക്സ്, അതും ഗ്രാഫിയ എന്നുള്ള ഇതിൽ നിന്നാണ് വന്നത്. ഓക്കെ, സോ ജോഗ്രഫി പറഞ്ഞാൽ എർത്തിൻ്റെ വരയ്ക്കുന്ന മാപ്പ്, അങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നല്ലോ. സോ അങ്ങനെയാണ് ഈ ജോഗ്രഫി എന്നുള്ള വേർഡ് വന്നത്. സോ ജിയോ പറഞ്ഞാൽ എർത്ത്. ഓക്കെ, ലോജി പറഞ്ഞാൽ സ്റ്റഡിയാണ് ലോജി. അപ്പോൾ ബയോളജി പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബയോ മീൻസ് ലൈഫ്. അതേപോലെ ജിയോളജി പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ജിയോ മീൻസ് എർത്ത്. ഓക്കെ, മെട്രി പറഞ്ഞാൽ മെഷർമെൻറ്റ് എന്നാണ്. അപ്പം ജിയോമെട്രി പറഞ്ഞാൽ മെഷർമെൻറ്റ് ഓഫ് എർത്ത്. ഓയിഡ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് അല്ലെങ്കിൽ ഫോം എന്നാണ് അർത്ഥം. അപ്പോൾ ജിയോയിഡ് എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ ഷേപ്പ് പറഞ്ഞാൽ ഒരു സർക്കിൾ ഷേപ്പ്, സ്പിയർ ഷേപ്പ്. ഓക്കെ, അതാണ് ജിയോയിഡ്. സോ ഇങ്ങനെ നമുക്ക് ഈ ബേസിക് വേർഡ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ അറിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഏതൊരു പുതിയ വേർഡ് കേട്ടാലും നമുക്കതിനെ കൈൻഡ് ഓഫ് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുവിധം ഒരു ഐഡിയ കിട്ടും. ഇത് അതായിരിക്കും എന്നെങ്കിലും നമുക്കൊരു ഐഡിയ കിട്ടും. സോ അങ്ങനത്തെ വേർഡ്സിൻ്റെ റൂട്ട്സ് അത് നമ്മൾ പഠിക്കണം. സോ ഐ ക്യാൻ മേക്ക് എ വീഡിയോ ഓൺ ദിസ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കാം. സോളാർ സിസ്റ്റത്തിലെ ഹെഡ് ഓഫ് ദ സോളാർ സിസ്റ്റം ഇസ് സൺ. സോ വി ആർ ലുക്കിംഗ് അറ്റ് സൺ. ദ സൺ ഇസ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം ഒരു വലിയൊരു സർക്കിളിൽ ആണ്. അതിൻ്റെ സോളാർ സിസ്റ്റത്തിൻ്റെ ഷേപ്പ് വലിയൊരു സർക്കിളാണ് അല്ലേ? സോ അതിൻ്റെ ഏറ്റവും നടുവിലുള്ള സംഭവമാണ് സൺ, ആൻഡ് ഇറ്റ് ഈസ് ദി ഹെഡ് ഓഫ് ദ സോളാർ സിസ്റ്റം. ദി സൺ, ഇറ്റ് ഈസ് വെരി ഹ്യൂജ് ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി ഹോട്ട് ഗ്യാസസ്. സോ സണ്ണിൽ വളരെയധികം ഗ്യാസസ് ഉണ്ട്, ഡ്യൂ ടു വിച്ച് ഇറ്റ് ഈസ് വെരി ഹോട്ട്. ഓക്കെ, അത് ഇത്ര വെയിറ്റ് ഉണ്ട്, ആ സൺ ഇത്ര വലുതാണ് ദാറ്റ് അതിന് അത്ര വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഡ്യൂ ടു വിച്ച് ഇറ്റ് ഹാസ് ദി ഫോഴ്സ് ടു ബൈൻഡ് ദി എൻറ്റയർ സോളാർ സിസ്റ്റം ടുഗെദർ. നെപ്റ്റ്യൂൺ വരെയുള്ള പ്ലാനറ്റ്, ഈവൻ പ്ലൂട്ടോ ഫോർ ദാറ്റ് മാറ്റർ, പ്ലാനറ്റ് അല്ല ബട്ട് ഇറ്റ്സ് എ ബോഡി, റൈറ്റ്, സെലസ്റ്റിയൽ ബോഡി. അപ്പം അതും കൂടി അത്ര ദൂരം വരെയുള്ള ബോഡീസ്
it is very strongly pulled towards the sun. അപ്പോൾ ഒന്ന് വിചാരിച്ച് നോക്കൂ, അതിന് എത്ര അധികം ഫോഴ്സ് ഉണ്ടാവും. ആൻഡ് അതിൻ്റെ ഫോഴ്സ്, ആ ബൈൻഡിങ് ഫോഴ്സിലെ, that is due to mass of the sun. So just imagine how big, how heavy the sun is. The sun is the ultimate source of heat and light for the solar system. നമ്മൾ സോളാർ സിസ്റ്റത്തിലെ എല്ലാ പ്ലാനറ്റ്സിനും എല്ലാ സെലസ്റ്റിയൽ ബോഡീസിനും കിട്ടുന്ന ഹീറ്റ് ആൻഡ് ലൈറ്റ് അത് സണ്ണിൽ നിന്നാണ് വരുന്നത്. But that tremendous heat is not felt so much by us because despite being our nearest star, it is still very far away from us. ആ സണ്ണിന് എത്ര ചൂടുണ്ടോ അത് നമുക്ക് തീരെ ഫീൽ ആവുന്നില്ല ആക്ച്വലി. ഓക്കെ, ഇറ്റ് ഈസ് വെരി വെരി ഹോട്ട്. ബട്ട് സ്റ്റിൽ ഇപ്പം നമ്മൾ ഇത്രയും ദൂരമായിട്ടും കൂടി നമ്മൾ 150 മില്യൺ കിലോമീറ്റർ അവേ ആണ് ഫ്രം ദ സൺ. സോ അത്രയും ദൂരമായിട്ടും കൂടി നമുക്ക് ഉച്ച സമയത്ത് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് അത്രയധികം ചൂട് തോന്നും അല്ലേ. സോ ജസ്റ്റ് ഇമാജിൻ ആ സൺ എത്ര ഹോട്ടായിരിക്കുമെന്ന് അല്ലേ. The sun is about 150 million kilometers away from the earth. This entire paragraph is very important from exam point of view and for your understanding as well. We'll move to the topic planets. So നമ്മൾ solar system 8 planets ഉണ്ട്. There are 8 planets in our solar system. In the order of their distance from the sun, they are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. So ഇതാണ് നമ്മൾ 8 പ്ലാനറ്റ്സ്. ഇതെന്തായാലും ബൈ ഹാർട്ട് ചെയ്യണം. ഇത് സ്റ്റാർട്ടിങ് മുതൽ അതേ ഓർഡറിൽ, ലൈക്ക് ഫ്രം ദ ഓർഡർ ഓഫ് ദ ഡിസ്റ്റൻസ് നമ്മൾ അത് ഓർമ്മിച്ച് വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. An easy way to memorize the name of the planets in order of their distance from the sun is my very efficient mother just served us nuts. So ഇങ്ങനെ ആലോചിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് MVEMJSUN അങ്ങനെ നമുക്ക് ഓർമ്മിക്കാം. All the 8 planets of the solar system move around the sun in fixed paths. These paths are elongated. They are called orbits. So നമ്മളെ സോളാർ സിസ്റ്റത്തിൽ 8 പ്ലാനറ്റ്സ് ഉണ്ട്. അത് അവരുടേതായ ഒരു പാത്ത് വേ, അവരുടേതായ വഴി കൂടിയാണ് അവർ സണ്ണിൻ്റെ ചുറ്റും തിരിയുന്നത്. ഓക്കെ, മാർസ് വന്നിട്ട് എർത്തിൻ്റെ ഓർബിറ്റിൽ വന്ന് തിരിയില്ല. ജൂപ്പിറ്റർ വന്നിട്ട് മാർസിൻ്റെ ഓർബിറ്റിൽ വന്ന് തിരിയില്ല. എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്. ആ പാത്തിലെ അവർ സണ്ണിൻ്റെ ചുറ്റും തിരിയാറുള്ളൂ. ആ പാത്തിനെ നമ്മൾ ഓർബിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ, അഥവാ മെർക്കുറി വന്നിട്ട് എർത്തിൻ്റെ ഓർബിറ്റ് കൂടി പോവാണ്, വീനസ് വന്നിട്ട് മെർക്കുറീൻ്റെ ഓർബിറ്റ് കൂടി പോവാണ്. അങ്ങനെയൊക്കെ അയച്ചാൽ എന്താവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ചിലപ്പം ഫുൾ പൊട്ടിപ്പോവും അല്ലേ. അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടാവും. ബട്ട് താങ്ക്ഫുള്ളി നമ്മളെ എല്ലാ പ്ലാനറ്റ്സും അവരവരെ വഴിയിലാണ്, അവരവരെ കാര്യം നോക്കിയാണ് ജീവിക്കുന്നത്. സോ ദേ ആർ ഓൾ മൂവിങ് അറൗണ്ട് ദ സൺ ഇൻ ദെയർ ഓൺ ഓർബിറ്റ്സ്. ആൻഡ് ഈ ഓർബിറ്റ്സ് ദേ ആർ നോട്ട് പെർഫെക്റ്റ് സർക്കിൾ, ഒരു 100% ലൈക്ക് പ്യുവറായിട്ടുള്ള ഒരു സർക്കിളില്ല, അങ്ങനത്തെ ഷേപ്പിലല്ല. കുറച്ചൊരു ഓവൽ ഷേപ്പിലാണ് ഈ ഓർബിറ്റ്സ് ഉള്ളത്. അതാണ് അവർ പറയുന്നത് ദീസ് പാർട്സ് ആർ എലോങ്ങേറ്റഡ്. സോ കൈൻഡ് ഓഫ് ഇൻ ദി ഓവൽ ഷേപ്പാണ് ഒരുവിധം. നോട്ട് പെർഫെക്റ്റ് ഓവൽ, പക്ഷേ ഒരു സർക്കിളിനെ ചെറുങ്ങനെ ഒന്ന് വലിച്ചു നീട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു ഷേപ്പിലാണ് ഈ ഓർബിറ്റ്സ് ഉള്ളത്. മെർക്കുറി ഇസ് ദ നിയറസ്റ്റ് ടു സൺ. ഇറ്റ് ഇസ് ദ നിയറസ്റ്റ് പ്ലാനറ്റ് ടു ദി സൺ. അപ്പോൾ അവിടെ ഏറ്റവും അധികം ചൂടായിരിക്കും അല്ലേ. It takes only 88 days to complete one round along its orbit. അപ്പം മെർക്കുറി സണ്ണിൻ്റെ ഏറ്റവും അടുത്താണ്. അപ്പോൾ സണ്ണാണല്ലോ ഏറ്റവും സെൻറ്ററിൽ. ആ ഒരു നമ്മൾ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു വലിയൊരു സർക്കിളിൻ്റെ സെൻറ്ററിലാണ് സൺ. അപ്പോൾ സണ്ണിൻ്റെ ഏറ്റവും അടുത്താണ് മെർക്കുറി. അപ്പം മെർക്കുറി സണ്ണിനെ ചുറ്റുമ്പോൾ അതിന് കുറച്ച് സമയം മതി. അതിന് 88 ഡേയ്സ് ആണ് വേണ്ടത് സണ്ണിൻ്റെ ഒരു ചുറ്റൽ ചുറ്റാൻ, സണ്ണിൻ്റെ ചുറ്റും. ആൻഡ് വീനസ് ഇസ് ദ സെക്കൻഡ് പ്ലാനറ്റ്. വീനസിനെ എർത്തിൻ്റെ ട്വിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ബിക്കോസ് അതിൻ്റെ സൈസും ഷേപ്പും ഇസ് ഓൾമോസ്റ്റ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി എർത്ത്. സോ വീനസ് ഇസ് കൺസിഡേർഡ് ആസ് എർത്ത്സ് ട്വിൻ ബിക്കോസ് ഇറ്റ്സ് സൈസ് ആൻഡ് ഷേപ്പ് ആർ വെരി മച്ച് സിമിലർ ടു ദാറ്റ് ഓഫ് ദി എർത്ത്. ദിസ് ക്യാൻ ബി എ ക്വസ്റ്റ്യൻ. ഓക്കെ, ടിൽ റീസെൻ്റ്ലി August 2006 Pluto was also considered a planet. However, in a meeting of the International Astronomical Union, a decision was taken that Pluto, like other celestial objects like Ceres 2003 discovered in recent past, may be called dwarf planets. Okay, so we have 2 known dwarf planets.
സോ ദാറ്റ് ഈസ് സെറസ് ആൻഡ് പ്ലൂട്ടോ. പ്ലൂട്ടോന് 2006 വരെ അതിനൊരു പ്ലാനറ്റ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അതിന് ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 2006 പ്ലൂട്ടോനെ ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തത്. സോ വി വിൽ ക്വിക്ക്ലി ഹാവ് എ ലുക്ക് അറ്റ് ദിസ് സൈഡ്. ഡു യു നോ? Humans have always been fascinated gazing at the night sky. Those who study the celestial bodies and their movements are called astronomers. നമുക്ക് പണ്ട് കാലം മുതലേ രാത്രിയുള്ള സ്കൈയിൽ ഇങ്ങനെ മിന്നുന്ന സാധനം എന്താണ്, മൂൺ എന്താണ്, അതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു ആൾക്കാർക്ക് തോന്നിയത്. ബിക്കോസ് ദേ ഡിഡ് നോട്ട് നോ വാട്ട് ഇറ്റ് ഈസ്, അല്ലേ? അത് വെറും രാത്രിയെ കാണും, പകൽ നോക്കിയാൽ കാണില്ല, അതെങ്ങനെയാണ് വരുന്നത്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ മനസ്സിൽ. സോ അങ്ങനെ കുറച്ച് ആൾക്കാർ അതിൽ വളരെയധികം ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഈ സ്റ്റാർസിൻ്റെയും പാറ്റേൺസും പിന്നെ മൂണിൻ്റെ മൂവ്മെൻറ്റ്, പിന്നെ വേറെ ചില പ്ലാനറ്റ്സ് പറഞ്ഞാൽ സെലസ്റ്റിയൽ ബോഡീസ്, ബേസിക്കലി നമ്മൾ സ്കൈയിലുള്ള എല്ലാ സെലസ്റ്റിയൽ ബോഡീസിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. അവരുടെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് അതൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ആസ്ട്രോണമേഴ്സ് എന്നാണ് പറയുന്നത്. ദോസ് ഹൂ സ്റ്റഡി ദ സെലസ്റ്റിയൽ ബോഡീസ് ആൻഡ് ദെയർ മൂവ്മെൻറ്റ്സ് ആർ കോൾഡ് ആസ്ട്രോണമേഴ്സ്. സോ അതേപോലെ പണ്ടത്തെ നമ്മൾ ഇന്ത്യയിലെ ഒരു പണ്ടത്തെ ആസ്ട്രോണമറാണ് ആര്യഭട്ട. സോ ഹീ വാസ് എ ഫേമസ് ആസ്ട്രോണമർ ഓഫ് ഏൻഷ്യൻറ്റ് ഇന്ത്യ. അവരാണ് പറഞ്ഞത് ദാറ്റ് മൂണും പ്ലാനറ്റ്സും ഷൈൻ ചെയ്യുന്നത് സൺലൈറ്റ് അവരെ മേത്ത് വീണിട്ട് അത് റിഫ്ലക്റ്റ് ആയിട്ട് നമ്മളെ കണ്ണിലെത്തുന്നതിനെ കൊണ്ടാണ് നമുക്ക് പ്ലാനറ്റ്സും മൂണും ഷൈൻ ചെയ്യുന്ന പോലെ തോന്നുന്നത്. So he said that the moon and the planets shine due to reflected sunlight. Today, astronomers all over the world are busy exploring the universe. Current worldലെ astronomers black hole, nebula ഇതൊക്കെയാണ് അവർ ഇനിയും കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. They are also trying to find out വേറെ പ്ലാനറ്റ്സിൽ ലൈഫ് ഉണ്ടോ, വേറെ ഈ സോളാർ സിസ്റ്റത്തിനെ പോലെ വേറെ ഏതാണ് സിസ്റ്റം അവർക്ക് കാണാൻ പറ്റുന്നത്, വേറെ നമ്മൾ ഫുൾ യൂണിവേഴ്സിൽ എവിടെയായിരിക്കും ലൈഫ് ഉണ്ടാവുക, അങ്ങനത്തെ പല സംഭവങ്ങളാണ് അവരിപ്പം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. യു മസ്റ്റ് ഹാവ് നോൺ അബൌട്ട് മാർസിലെ മിഷൻ, റൈറ്റ്? സോ അവിടെ ലൈഫ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ദിസ് ഈസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇനിയും ഡീപ്പായിട്ട് വായിക്കാം, കുറച്ച് വീഡിയോസ് കാണാം, നെബ്യൂലേനെ പറ്റി, ബ്ലാക്ക് ഹോളിനെ പറ്റി, അതൊക്കെ എന്താണെന്ന് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇനിയും വീഡിയോസൊക്കെ കാണാം. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. യു ക്യാൻ ട്രൈ ടു ലുക്ക് മോർ ഡീപ്പർ ഇൻ ടു ദിസ്. ഓക്കെ, നമ്മൾ യൂണിവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് എർത്തിലേക്ക് തിരിച്ചു വരാം. ലെറ്റ്സ് കം ബാക്ക് ടു എർത്ത്. ദി എർത്ത് ഇസ് ദ തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ. ഇൻ സൈസ് ഇറ്റ് ഈസ് ദ ഫിഫ്ത്ത് ലാർജസ്റ്റ് പ്ലാനറ്റ്. സോ സണ്ണിൻ്റെ അടുത്ത് നിന്ന് തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ് ആണ്. And size-wise in the entire solar system, it is the fifth largest planet. It is slightly flattened at the poles. That is why its shape is described as a geoid. Geoid നമ്മളിപ്പം പഠിച്ചിട്ടേ ഉള്ളൂ. ഓയിഡ് പറഞ്ഞാൽ ഷേപ്പാണ്, ജെ എന്ന് പറഞ്ഞാൽ എർത്ത് ആണ്. സോ ജിയോയിഡ് മീൻസ് എർത്ത് ലൈക്ക് ഷേപ്പ്. സോ നമ്മൾ എർത്തിൻ്റെ ഷേപ്പ് പ്രോപ്പർ സ്ഫിയർ അല്ല. ഓക്കെ, സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് എല്ലാ സ്ഥലത്തേക്കും അതിൻ്റെ റേഡിയസ് ഒന്ന് തന്നെയായിരിക്കും. സെൻറ്റർ ഓഫ് ദ സ്ഫിയറിൽ നിന്നും അതിൻ്റെ എൻഡ് വരെ അതിൻ്റെ റേഡിയസ് സെയിം ആയിരിക്കും. അതാണ് സ്ഫിയർ. പക്ഷേ നമ്മൾ എർത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ നോർത്തേൺ പോളും സദേൺ പോളും ഇല്ലേ, സൗത്ത് പോൾ നോർത്ത് പോൾ, അതിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവാണ്. ആൻഡ് ബാക്കിയുള്ള സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പം മേലേയും താഴേന്ന് ഒന്ന് പിടിച്ച് അമർത്തി എന്നുള്ള പോലത്തെ, അത്ര എക്സ്ട്രീംലി അല്ല, പക്ഷെ ചെറുങ്ങനെ ഒരു അമർത്തിയ പോലത്തെ ഒരു ഷേപ്പാണ്. സോ ദാറ്റ് ഷേപ്പ് ഈസ് നോൺ ആസ് ജിയോയിഡ്. Conditions favorable to support life are probably found only on the Earth. The Earth is neither too hot nor too cold. It has water and air which are essential for our survival. So നമ്മൾ എർത്ത് തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ് ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ടു ഹോട്ട് ലൈക്ക് മെർക്കുറി ആൻഡ് വീനസ് ആൻഡ് ഇറ്റ്സ് നോട്ട് ടു കോൾഡ് ലൈക്ക് മാർസ്. അപ്പം നമ്മൾ എർത്തിലാണ് വെള്ളമുള്ളത്, എയർ ഉള്ളത്, ഓക്സിജൻ ഉണ്ട്, വേറെ ചില ഗ്യാസസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ എർത്തിലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം നമ്മൾ എർത്തിൽ എല്ലാ ലൈഫിനെ ഗ്രോ ചെയ്യാൻ പറ്റിയ എല്ലാ കണ്ടീഷൻസും ഉണ്ട്. സോ ഓൾ ദ കണ്ടീഷൻസ് ഫേവറബിൾ ടു സപ്പോർട്ട് ലൈഫ് ഇസ് ഫൗണ്ട് ഓൺ എർത്ത്. സോ
നമ്മളെ അറിവിൽ ഇതുവരെ എർത്തിലെ അങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളൂ. ദി എയർ ഹാസ് ലൈഫ് സപ്പോർട്ടിംഗ് ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ. ഓക്സിജൻ ആണല്ലോ നമ്മളെല്ലാം ബ്രീത്ത് ചെയ്യുന്നത്. സോ നമ്മളെല്ലാ ആനിമൽസും ബ്രീത്ത് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഓൺ എർത്ത്. ബിക്കോസ് ഓഫ് ദീസ് റീസൺസ് ദി എർത്ത് ഇസ് എ യുണീക്ക് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. അപ്പം നമ്മളെ അറിവിൽ എർത്തിലാണ് ലൈഫ് ഉള്ളത്. ആൻഡ് ഇങ്ങനെയെല്ലാം ഫുൾ സോളാർ സിസ്റ്റത്തിൽ നമ്മളെ എർത്തിൽ മാത്രമേ ഉള്ളൂ. So we are so lucky, right, to be on Earth. From the outer space, the Earth appears blue because its 2/3 surface is covered by water. It is therefore called a blue planet. സ്പേസിൽ പോയാൽ അല്ലെങ്കിൽ മൂണിൽ പോയാൽ നമ്മൾ എർത്തിനെ നോക്കുമ്പം നമുക്കതൊരു ബ്ലൂ കളറായിട്ടാണ് കാണുന്നത്. ബിക്കോസ് നമ്മൾ എർത്തിൽ 2/3 പാർട്ട് വെള്ളമാണ്. സോ അത് കാരണം നമുക്ക് നമ്മളെ പ്ലാനറ്റിനെ ബ്ലൂ പ്ലാനറ്റ് എന്നും പറയും. Do you know light travels at the speed of about 3 lakh km per second? Light 3 lakh km ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യും. So just imagine how fast that is. Yet even with this speed, the light of the sun takes about 8 minutes to reach the earth. അപ്പം അവിടുന്ന് സണ്ണിൽ നിന്നും ഒരു റേ ഓഫ് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എർത്തിലെത്തണമെങ്കിൽ അതിന് 8 മിനിറ്റ് എടുക്കും. സോ അത്ര ദൂരമുണ്ട് നമ്മളെയും സണ്ണിൻ്റെയും നടുവിൽ. നെക്സ്റ്റ് ഈസ് മൂൺ. അവർ എർത്ത് ഹാസ് ഓൺലി വൺ സാറ്റലൈറ്റ്, ദറ്റ് ഈസ് ദ മൂൺ. ഇറ്റ്സ് ഡയമീറ്റർ ഈസ് ഓൺലി 1/4 ദാറ്റ് ഓഫ് ദി എർത്ത്. ഇറ്റ് അപ്പിയേഴ്സ് സോ ബിഗ് ബിക്കോസ് ഇറ്റ് ഈസ് നിയറർ ടു അവർ പ്ലാനറ്റ് ദാൻ അതർ സെലസ്റ്റിയൽ ബോഡീസ്. സോ നമുക്ക് നമ്മളെ എർത്തിന് ഒരു മൂണുണ്ട്, ഒരു സാറ്റലൈറ്റ് ആണത്. അതിനെ നമ്മൾ മൂണെന്ന് വിളിക്കുന്നു. ആൻഡ് അതിൻ്റെ ഡയമീറ്റർ 1/4 ഓഫ് ദാറ്റ് ഓഫ് ദി എർത്ത്. പറഞ്ഞാൽ നമ്മൾ എർത്തിൻ്റെ 1/4 ആണ് മൂണിൻ്റെ ടോട്ടൽ സൈസ്. ഓക്കെ, ഇറ്റ് അപ്പിയേഴ്സ് സോ ബിഗ് ബിക്കോസ് ഇറ്റ് ഈസ് നിയറർ ടു അവർ പ്ലാനറ്റ്സ് ദാൻ അതർ സെലസ്റ്റിയൽ ബോഡീസ്. ഇറ്റ് ഈസ് 3,84,400 കിലോമീറ്റേഴ്സ് അവേ ഫ്രം അസ്. സോ മൂണ് നമ്മളെടുത്തുനിന്ന് 3,84,400 കിലോമീറ്റേഴ്സ് അവേ ആണ്. അതുകൊണ്ട് അത് ബാക്കിയുള്ള എല്ലാ സെലസ്റ്റിയൽ ബോഡീസും നമുക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ സെലസ്റ്റിയൽ ബോഡീസിനെക്കാട്ടും ഏറ്റവും അടുത്തായിട്ടുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. ആൻഡ് അത് കാരണമാണ് നമുക്കത് ഇത്രയും വലുതായിട്ട് രാത്രി സ്കൈയിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ എർത്ത് ടു മൂണിൻ്റെ ഡിസ്റ്റൻസും എർത്ത് ടു സണ്ണുള്ള ഡിസ്റ്റൻസും കമ്പയർ ചെയ്താൽ എത്ര ഡിഫറൻസ് ആണല്ലേ. സോ ദിസ് ഇസ് 3,84,000 കിലോമീറ്റേഴ്സ് ആൻഡ് the distance between earth and sun is 150 million kilometers. So just imagine how far it is. So now you can compare the distance of the earth from the sun and that from the moon. Moon moves around the earth in about 27 days. It takes exactly the same time to complete one spin. As a result, only one side of the moon is visible to us on the earth. Earth rotate ചെയ്യുകയും ചെയ്യും, റിവോൾവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ റൊട്ടേറ്റ് ചെയ്യുക പറഞ്ഞാൽ എർത്ത് സ്വന്തം തന്നെ ചുറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു ആക്സിസ് ഉണ്ട്, അതിൻ്റെ ചുറ്റും അത് ചുറ്റുന്നുണ്ട്. ദാറ്റ്സ് വൈ വി ഹാവ് ഡേ ആൻഡ് നൈറ്റ്. സോ നമ്മൾ എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് എല്ലാ ഭാഗവും സണ്ണിനെ ഫേസ് ചെയ്യും അറ്റ് വൺ പോയിന്റ് ഓഫ് ദ ടൈം ഇൻ 24 hours. അങ്ങനെയാണ് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ടൈം വരുന്നത്. സണ്ണിനെ കാണുന്ന ഭാഗം ഓഫ് ദി എർത്ത് ദാറ്റ് വിൽ എക്സ്പീരിയൻസ് ഡേ ടൈം ആൻഡ് സണ്ണിനെ കാണാത്ത മറ്റേ ഹാഫ് ഓഫ് ദി എർത്ത് വിൽ എക്സ്പീരിയൻസ് നൈറ്റ് ടൈം. ആൻഡ് എർത്ത് takes 24 hours to rotate around its axis. Okay, so this is one movement that earth does. Second movement എന്താണ്? എർത്ത് സണ്ണിൻ്റെ ചുറ്റും റൗണ്ട് അടിക്കും. അതിനെ നമ്മൾ റിവോൾവ് എന്നാണ് പറയുന്നത്. ദാറ്റ് ടേക്സ് 365 days ടു കംപ്ലീറ്റ്. അപ്പം നമ്മൾ 1 year ആണ് സണ്ണിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്ന സമയം. സോ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 1 round കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. റൈറ്റ്? സോ നൗ ദാറ്റ് ഈസ് ക്ലിയർ. മൂണിനെ പറ്റി നമുക്ക് നോക്കാം. സോ മൂൺ ഓൾസോ റൊട്ടേറ്റ്സ് അറൗണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. സോ മൂണും നമ്മൾ എർത്ത് 24 hours എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ മൂണും അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ടേക്സ് 27 days ടു കംപ്ലീറ്റ് 1 rotation. നമ്മൾ എർത്ത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 24 hours എടുക്കുന്നു, അതേപോലെ മൂൺ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 27 days എടുക്കുന്നുണ്ട്. ആൻഡ് മൂൺ എർത്തിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. എർത്ത് എങ്ങനെയാണോ സണ്ണിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്നത്, അതേപോലെ മൂൺ എർത്തിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ടേക്സ് 27 days. സോ ജസ്റ്റ് ലൈക്ക് ഹൗ എർത്ത് ടേക്സ് 365 days ടു കംപ്ലീറ്റ് 1 revolution,
Moon takes 27 days to complete one revolution. So same time ആണ്, ഓൾമോസ്റ്റ് സെയിം ടൈമാണ് റൊട്ടേഷനോ റെവല്യൂഷനോ അതെടുക്കുന്ന സമയം. അത് കാരണം നമുക്ക് ഫ്രം എർത്ത് എപ്പോഴും മൂണിൻ്റെ ഒരു സൈഡ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ബിക്കോസ് അത് റൊട്ടേറ്റും റിവോൾവും ചെയ്യുന്നത് ഒരേ സ്പീഡിലാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും മൂണിൻ്റെ ഒറ്റ ഒരു സൈഡേ കാണാൻ സാധിക്കുള്ളൂ. ലെറ്റ് us look at this interesting fact. Neil Armstrong was the first man to step on the surface of the moon on 20th July 1969. So, first time നമ്മൾ എർത്തിൽ നിന്നും മനുഷ്യന്മാർ മൂണിൽ പോയി, മൂണിൻ്റെ മേലെ സ്റ്റെപ്പ് ചെയ്തു, ആൻഡ് ദാറ്റ് വാസ് ഓൺ 20th July 1969. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ മൂണിൽ പോകാൻ? എനിബഡി ഹാസ് ഇൻട്രസ്റ്റ് ടു ബി ആൻ ആസ്ട്രോനോട്ട്? Find out whether any Indian had landed on the moon. സോ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ പേരെന്താണെന്ന് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു തരൂ കേട്ടോ. A satellite is a celestial body that moves around the planets in the same way as planets move around the sun. So satellite എന്താണ്, അതിൻ്റെ ഡെഫിനിഷനാണിത്, ഇത് പഠിക്കണം. So satellite is a celestial body that moves around the planets in the same way as planets move around the sun. So മൂന്ന് നമ്മൾ ചുറ്റും എർത്തിൻ്റെ ചുറ്റും മൂവ് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. അതേപോലെയാണ് എർത്ത് വിച്ച് ഇസ് എ പ്ലാനറ്റ് സണ്ണിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. സോ സാറ്റലൈറ്റ് ഇസ് എ സെലസ്റ്റിയൽ ബോഡി ദറ്റ് റിവോൾവ്സ് അറൗണ്ട് പ്ലാനറ്റ്. പ്ലാനറ്റിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയുന്നു. സണ്ണിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ പ്ലാനറ്റ് എന്ന് പറയുന്നു. എ ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ബോഡി. It is designed by scientists to gather information about the universe or for communication. So, നമ്മൾ നാച്ചുറൽ സാറ്റലൈറ്റ് ആരാണ്? മൂണാണ്. അതേപോലെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും ഉണ്ട്. നമ്മൾ ഈ ഫോൺ കമ്മ്യൂണിക്കേഷൻ ആയാലും വെതർ എങ്ങനെയാണ്, വെതർ റിപ്പോർട്ട്സ്, നാഷണൽ സെക്യൂരിറ്റി, അങ്ങനെ പല സംഭവങ്ങളിലും നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ റോക്കറ്റിൻ്റെ ത്രൂ നമ്മൾ എർത്തിൻ്റെ മേലെ സ്പേസിൽ വിടും. എന്നിട്ട് അത് നമ്മൾ എർത്തിൻ്റെ ഫോഴ്സ് കാരണം നമ്മൾ എർത്തിൻ്റെ ചുറ്റും നമ്മളതിന് ഡെയിലി കൺട്രോൾ ചെയ്യും. ലൈക്ക് അത് എല്ലാ ദിവസവും ഒരു പെർട്ടിക്കുലർ റൂട്ട് കൂടി പോവും. അങ്ങനെ പല സാറ്റലൈറ്റ്സ് ഉണ്ട് നമ്മൾ എർത്തിൻ്റെ തൊട്ട് മേലുള്ള സ്പേസിൽ. ഈ സാറ്റലൈറ്റ്സിന് സയൻറ്റിസ്റ്റ്സ് നമ്മളെ യൂണിവേഴ്സിനെ പറ്റി ആയാലും അല്ലെങ്കിൽ എർത്തിനെ പറ്റി ആയാലും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് ടെലിഫോൺ, ഇൻ്റർനെറ്റ്, അങ്ങനെ പലതിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ക്യാരിഡ് ബൈ എ റോക്കറ്റ് ആൻഡ് പ്ലേസ്ഡ് ഇൻ ദി ഓർബിറ്റ് അറൗണ്ട് ദി എർത്ത്. സം ഓഫ് ദി ഇന്ത്യൻ സാറ്റലൈറ്റ്സ് ഇൻ സ്പേസ് ആർ ഇൻസാറ്റ്, IRS, എഡ്യൂസാറ്റ്, എക്സെട്ര. സോ ഈ മൂന്ന് പേര് എന്തായാലും ഓർമ്മിക്കുക, ഇന്ത്യൻ സാറ്റലൈറ്റ്സിൻ്റെ. ഓക്കെ, so what is a natural satellite, what is a human made artificial satellite question varum. So this pink box will be helpful to get that answer. Next, let's come back to moon, our natural satellite. The moon does not have conditions favorable for life. It has mountains, plains and depressions on its surface. These cast shadows on the moon's surface. എന്താണ് വെച്ചാൽ മൂണിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ കണ്ടീഷൻസ് ഇല്ല. നമ്മൾ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അത് അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം, വെള്ളം ഉണ്ടാവണം, കുറച്ച് ചൂടുണ്ടാവണം. ഐ മീൻ ഇറ്റ് ഷുഡ് നോട്ട് ബി ടു കോൾഡ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ഹോട്ട്, അങ്ങനെയൊക്കെയാണ്. സോ ഓൾ ദീസ് തിങ്സ് ആർ നോട്ട് പ്രസൻറ്റ് ഓൺ ദ മൂൺ. അവിടെ കുറേ മലകളുണ്ട്, കുണ്ടുകളുണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഈ ഫിഗർ 1.4 നോക്കിയാൽ ദിസ് ഈസ് ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റിൻ്റെ പ്രോസസ്സ്. റോക്കറ്റിനെ ലോഞ്ച് ചെയ്യും നമ്മൾ എർത്തിൽ നിന്നും, ആൻഡ് റോക്കറ്റ് തിരിച്ച് എർത്തിലേക്ക് വീഴും, പക്ഷേ സാറ്റലൈറ്റ് ഓർബിറ്റിൽ എൻ്റർ ചെയ്യും. ഓക്കെ, ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. സോ ലെറ്റ് us മൂവ് ടു asteroids. Apart from the stars, planets and satellites, there are numerous tiny bodies which also move around the sun. These bodies are called asteroids. നമ്മൾ സ്റ്റാർസ് എന്താണെന്ന് നോക്കി, പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ് എന്താണെന്ന് നോക്കി. ഈ പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും സണ്ണിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്നതാണ്. അപ്പം അതേപോലെ സണ്ണിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്ന വേറെ ബോഡീസ് ഉണ്ട്, സെലസ്റ്റിയൽ ബോഡീസ്. ദേ ആർ നോൺ ആസ് ആസ്ട്രോയിഡ്സ്. ദേ ആർ ഫൗണ്ട് ബിറ്റ്വീൻ ദി ഓർബിറ്റ്സ് ഓഫ് മാർസ് ആൻഡ് ജുപ്പിറ്റർ. സോ ആസ്ട്രോയിഡ്സ് മാർസിൻ്റെയും ജുപ്പിറ്ററിൻ്റെയും നടുവിലുള്ള ഒരു വലിയൊരു സർക്കിളാണ്. Scientists are of the view that asteroids are parts of a planet which exploded many years back. So, ഈ
ആസ്ട്രോയിഡ് ബെൽറ്റ്, അതിന് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നാണ് പറയുക, മാർസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെ നടുവുള്ള ആസ്ട്രോയിഡിൻ്റെ സർക്കിളിന്. അപ്പം അത് സയൻറ്റിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് അത് പണ്ടൊരു പ്ലാനറ്റ് ഉണ്ടായിരുന്നു, 1 or 2 അറിയില്ല നമുക്ക്. അപ്പം ആ പ്ലാനറ്റ്സ് എല്ലാം കൊളൈഡ് ചെയ്തിട്ടോ അല്ല വേറെ എന്തെങ്കിലും റീസൺ കാരണം അത് പൊട്ടിച്ചെതറി കിടക്കുന്ന അതിൻ്റെ വലിയ വലിയ പാറക്കഷ്ണങ്ങളാണ് ഈ ആസ്ട്രോയിഡ്സ് എന്നാണ് സയൻറ്റിസ്റ്റ് വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് ഇസ് മീറ്റിയറോയിഡ്സ്. The small pieces of rocks which move around the sun are called meteoroids. Sometimes these meteoroids come near the earth and tend to drop upon it. So, ഈ ആസ്ട്രോയിഡ്സ് വലിയ വലിയ പാറക്കഷ്ണങ്ങളാണ്. അതിനെ കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളെയാണ് നമ്മൾ മീറ്റിയറോയിഡ്സ് എന്ന് പറയുന്നത്. ഇതും സണ്ണിൻ്റെ ചുറ്റും മൂവ് ചെയ്യുന്നതാണ്. പക്ഷേ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മീറ്റിയറോയിഡ്സ് നമ്മൾ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് വരും, എർത്തിൻ്റെ ഡയറക്ഷനിലേക്ക് വരും. അപ്പോൾ മെജോറിറ്റി ഓഫ് ദ ടൈംസ് എന്താണെന്ന് വെച്ചാൽ അത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ അത് നല്ല സ്പീഡിലായിരിക്കുമല്ലോ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ സ്പീഡ് കാരണം നമ്മൾ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള കാറ്റില്ലേ, എയർ, അതായിട്ട് അത് റബ്ബാവുമ്പം ഫുള്ളായിട്ട് തീ പിടിക്കും. അപ്പം തീ പിടിച്ചിട്ട് ആ പാറക്കഷ്ണം ഇങ്ങനെ അത്രയും ഹൈ ഹീറ്റായിരിക്കും. അപ്പോൾ ആ ഹീറ്റ് കാരണം ആ പാറക്കഷ്ണം ചെറുതായി പോവും. അപ്പോൾ നമ്മൾ എർത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ചെറിയൊരു പാറക്കഷ്ണമായിട്ട് മാറും, ചെറിയൊരു കല്ലോ അല്ലെങ്കിൽ ഫുള്ളി ഡിസോൾവ് ആയി പോവും. നമ്മൾ ഈ ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഈ മീറ്റിയറോയിഡ്സ്. അപ്പം നമ്മൾ എർത്തിൻ്റെ അടുത്തേക്ക് ഈ മീറ്റിയർസ് വരുമ്പം അത് ഇങ്ങനെ തീ കത്തുന്ന പോലെ ആയിരിക്കും. അപ്പം ഒരു സ്റ്റാർ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ തോന്നും തീ കത്തിക്കൊണ്ട്. അപ്പം അതിനെ നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് പറയും. ഡ്യൂറിങ് ദിസ് പ്രോസസ്, ഡ്യൂ ടു ഫ്രിക്ഷൻ വിത്ത് ദി എയർ, they get heated up and burn. It causes a flash of light. Sometimes a meteor, without being completely burnt, falls on the earth and creates a hollow. പണ്ട് കാലത്ത് കുറേ മീറ്റിയറോയിഡ്സ് നമ്മൾ എർത്തിൽ വീണിരുന്നു. അങ്ങനെ വീഴുമ്പം നമ്മൾ എർത്തിൽ ഒരു വലിയൊരു പാറകഷ്ണം വന്ന് വീണാൽ എങ്ങനെയായിരിക്കും, ആ ഏരിയയിൽ മൊത്തം അതിൻ്റെ ഒരു ഏരിയ മൊത്തം ഓട്ടയായി പോവും, ഒരു വലിയൊരു കുഴിയായി പോവും. സോ അങ്ങനെയാണ് ആ ഏരിയയിലുള്ള സാധനമൊക്കെ, പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും എന്തായാലും അത് മരിച്ചു പോകും. അങ്ങനെ പണ്ട് സംഭവിച്ചിട്ടുമുണ്ട്. ഡൈനോസേഴ്സൊക്കെ അങ്ങനെയാണ് മരിച്ചത് എന്നാണ് നമ്മളൊരു വിശ്വാസം. ഡു യു സീ എ വൈറ്റിഷ് ബ്രോഡ് ബാൻഡ് ലൈക്ക് എ വൈറ്റ് ഗ്ലോയിങ് പാത്ത് അക്രോസ് ദ സ്കൈ ഓൺ എ ക്ലിയർ സ്റ്റാറി നൈറ്റ്? ഇറ്റ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് മില്യൺസ് ഓഫ് സ്റ്റാർസ്. സോ രാത്രി സ്കൈയിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ദിവസമായിരിക്കണം കേട്ടോ, ക്ലൗഡ്സ് ഒന്നും ഉണ്ടാവരുത്. അങ്ങനത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു വൈറ്റ് കളറായിട്ടുള്ളൊരു പാച്ച് നമുക്ക് കാണാം. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് മില്യൺസ് ഓഫ് സ്റ്റാർസ്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് നമ്മൾ ക്ലസ്റ്റർ എന്നാണ് പറയുക. അപ്പം ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് മില്യൺസ് ഓഫ് സ്റ്റാർസ്. ദിസ് ബാൻഡ് ഈസ് ദ മിൽക്കി വേ ഗാലക്സി. ഗാലക്സി പറഞ്ഞാൽ എന്താണ്, അത് ഒരു വലിയൊരു ഏരിയ ഇൻ വിച്ച് ദർ ആർ എ ലോട്ട് ഓഫ് സ്റ്റാർസ്. ഒരു സ്റ്റാർസിൻ്റെ വലിയൊരു ഏരിയനെയാണ് നമ്മൾ ഗാലക്സി എന്ന് പറയുന്നത്. Our solar system is part of this galaxy, that is Milky Way galaxy. In ancient India, it was imagined to be a river of light flowing in the sky. Thus, it was named Akashaganga. So, Milky Way galaxy ne ഇന്ത്യയിൽ ആകാശഗംഗ എന്നാണ് പറയുക. അതെന്താ വെച്ചാൽ പണ്ട് ആൾക്കാർ വിചാരിച്ചു അത് റിവർ ഓഫ് ലൈറ്റ് ആണ് അത് സ്കൈയിലുള്ളത് എന്ന്. അങ്ങനെ വിചാരിച്ചിട്ട് അതിനെ ആകാശഗംഗ എന്നാണ് നമ്മൾ മിൽക്കി വേ ഗാലക്സീനെ പറയുക. A galaxy is a huge system of billions of stars and clouds of dust and gases. അപ്പോൾ ഗാലക്സി എന്താണ്, അതിൽ കുറേ സ്റ്റാർസ്, ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. ഒരു സ്റ്റാർ എത്ര വലുതാണെന്ന് നമുക്കറിയാം, റൈറ്റ്? സോ സൺ തന്നെ ഒരു വലിയൊരു സ്റ്റാറാണ്. സോ അതേപോലെ ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ട് ഒരു ഗാലക്സിയിൽ. ആൻഡ് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു ഗാലക്സി ഉണ്ടാവുക. There are millions of such galaxies that make the universe. അതേപോലെ കുറേ ഗാലക്സീസ് ഉണ്ട്, അതിനെ നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയും. സോ ജസ്റ്റ് ഇമാജിൻ ഹൗ ബിഗ് ഇസ് ദ യൂണിവേഴ്സ്, റൈറ്റ്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇമാജിൻ ഹൗ ബിഗ് ദ യൂണിവേഴ്സ് ഇസ്. Scientists are still trying to find out more and more about it. We are not certain about its size, but we know that all of us, you and I, belong to this universe. സയൻറ്റിസ്റ്റിനും കൂടി അറിയില്ല ഇപ്പം എത്ര വലുതാണ് യൂണിവേഴ്സ് എന്ന്, നമുക്കതിൻ്റെ ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. ബട്ട് വി നോ
about Milky Way. അങ്ങനെ ഒരു ഗാലക്സി ഉണ്ടെന്ന് we know that. And we know ഇങ്ങനെ കുറേ galaxies ഉണ്ടെന്ന്. Can you relate yourself with the universe now? You are on the Earth and Earth is part of solar system. Our solar system is part of Milky Way galaxy, which is a part of universe. Think about the universe and the fact that it contains millions of galaxies. How do you fit in the picture? So നമ്മൾ എർത്തിലാണ്, എർത്ത് സോളാർ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, സോളാർ സിസ്റ്റം മിൽക്കി വേൻ്റെ ഭാഗമാണ്, മിൽക്കി വേ യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ എത്ര ചെറുതാണ് അല്ലേ? ആക്ച്വലി ഇഫ് യു സീ വി ആർ സോ ടൈനി. So don't worry, be happy, study well. So with that note we end this chapter. So next classൽ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് തരുന്നതായിരിക്കും. And after that I'll be uploading a video where I'll be solving the important questions of exercise questions. So I'll see you in my next video. Till then, bye.